അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലെ ഞാൻ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് നല്ല വൈബായിരുന്നു, ചില്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്ന കരുതിയിരിക്കുകയാണ്. കണ്ടില്ലേ, 1-ാം തീയതി രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് എടുത്തിട്ടാണ്. ഇതെനിക്ക് എൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്. ഒരു മെറ്റേണിറ്റി വിയർ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സായിരുന്നു. അമ്മയ്ക്ക് ഇത് അറിയില്ലായിരുന്നു സൈഡിൽ സിബ് ഉള്ളത്. ഞാനിന്ന് ആദ്യമായിട്ട് ഇട്ടപ്പോൾ ആ സിബ് സ്റ്റക്കായി. ഒരു വലി കൊടുത്തപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇനി നേരെ കോടതി പോകാനുള്ള ഒരുക്കമാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫിറ്റ് ചെക്ക് ഓഫ് ദ ഇയർ. ദാ ഇന്നത്തെ രണ്ടാമത്തെ പ്ലിങ് മൊമെന്റ്. പടക്കക്കട ഹദാഹുവ. കണ്ടില്ലേ, ടയർ പഞ്ചറായി. ഈ വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോൾ അവിടെ ആളില്ല. എനിക്ക് പോകാൻ ധൃതിയുള്ളതുകൊണ്ട് വഴിയിൽ വണ്ടി ഒതുക്കിയിട്ട് നേരെ ഉബർ വിളിച്ചിട്ട് ഓഫീസിലേക്കും അവിടെ നിന്ന് നേരെ കോടതിയിലേക്കും ഞാൻ പോയി. കോടതിയിൽ ചെന്ന് കേസൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സായിട്ടൊരു കോഫിയൊക്കെ കുടിച്ച് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് റിലാക്സ്ഡായി. ഇനി നേരെ ടയർ കടയിലേക്ക്, അവിടെ നിന്ന് ബയ്യേം കൂട്ടി നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് വേണം ഇത് പഞ്ചർ ഒട്ടിച്ചാൽ ശരിയാവോ അതോ ടയർ മാറ്റേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നോക്കാൻ. അപ്പോൾ എന്തായാലും ബയ്യ വന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ടയർ മാറ്റണം സഹോദരി, വാറണ്ടി പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് 2 വർഷമായി. നല്ല ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് തന്നെ അത് പോയി. അങ്ങനെ പുതിയ ടയർ 1-ാം തീയതി എൻ്റെ വണ്ടിക്ക് ലഭിച്ചു. അങ്ങനെ ഇന്ന് ഉബറിന് കൊടുത്തതും ടയർ ശരിയാക്കാൻ കൊടുത്ത 1400 രൂപയും ചേർത്ത് അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് എൻ്റെ നിന്ന് തന്നെ ചിലവായിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടെ ഈ ഒരു വർഷം അധികം തന്നെ നഷ്ടം ഉണ്ടാവരുത് എന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങിയൊരു ദിവസമായിരുന്നു ഇന്ന്. അന്ന് തന്നെ ഇങ്ങനെ ഉണ്ടായി. സോ ലൈഫ് അങ്ങനെയാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ വരും, പക്ഷേ അതിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതൊരു ചെറിയൊരു കാര്യമാണ് നടന്നത്, എന്നാൽ പോലും നമ്മൾ 1-ാം തീയതി ഇങ്ങനത്തെ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷനിലൂടെ കടന്നു പോകും എന്നാരും ആഗ്രഹിക്കില്ലല്ലോ. നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ വണ്ടി കേടാവുന്നു, പിന്നെ അവിടെ കുറച്ച് സമയം വേസ്റ്റ് ആവുന്നു. നമ്മുടെ ടൈം എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞത്, ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ സിബ് പോയതും അതുപോലെ ടയർ പഞ്ചറായതും ഒക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും. നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ച് നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ തളരില്ല രാമൻകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടായ അഡ്വക്കേറ്റ് ദേവിക പിള്ളയിൽ ഇടാനായിട്ട് ഒരു ലീഗൽ കണ്ടന്റ് വീഡിയോയും കൂടി എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ആ ഡേ വൈൻഡപ്പ് ചെയ്തത്. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. സോ ദാറ്റ് ഈസ് ഓൾ. ടാറ്റാ.